ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ ഇമാം തിർമിദി റഹ്മഹുല്ലാ അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മോതിരത്തിൽ ഉണ്ടായിരുന്ന സീല്, അതിലെ മുദ്ര ഏത് രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മോതിരത്തിലെ മുദ്ര മുഹമ്മദ് എന്നത് ഒരു വരിയിൽ, റസൂൽ എന്നത് അടുത്ത വരിയിൽ, അള്ളാഹ് എന്നത് അടുത്ത വരിയിലുമായിരുന്നു. അങ്ങനെ 3 വരിയായിട്ടായിരുന്നു ആ പേരുണ്ടായിരുന്നത്. മുഹമ്മദുൻ റസൂലുള്ളാ എന്നത് 3 രൂപത്തിൽ, അതായത് മുഹമ്മദ് താഴെ, റസൂൽ മുകളിൽ, അള്ളാഹ് ഏറ്റവും മുകളിൽ, അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മോതിരത്തിൽ ഉണ്ടാക്കിയിരുന്ന സീലിൻ്റെ രൂപമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാവുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റ, കൈസർ, നജ്ജാശി എന്നീ ചക്രവർത്തിമാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ അവർ സീലില്ലാത്ത, മുദ്രയില്ലാത്ത കത്ത് സ്വീകരിക്കുകയില്ല എന്ന് പറയപ്പെടുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരമുണ്ടാക്കി. അതിൻ്റെ വട്ടക്കണ്ണി വെള്ളി കൊണ്ടായിരുന്നു. അതിൽ മുഹമ്മദുൻ റസൂലുള്ളാ എന്ന് കൊത്തുകയുണ്ടായി. അങ്ങനെയാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചത്. അതിൻ്റെ തിളക്കം അവിടുത്തെ കയ്യിൽ ഇപ്പോഴും ഞാൻ കാണുന്നത് പോലെയുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മോതിരത്തിലെ സീലിൻ്റെ രൂപം എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.